ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹി ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഐഡിയാസിന്റെ ഒരു പ്രളയം തന്നെയുണ്ട്. വിവാഹത്തിന്റെ കാര്യം തീരുമാനിക്കാനല്ല, അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? മമ്മി, ഇതെന്ത് ടെസ്റ്റ് പേപ്പറോ? നവിനുള്ള മാർക്ക് ഞാൻ ഇട്ടതല്ലേ, പിന്നെ എന്തിനാ മമ്മി വെറുതെ? സർപ്പക്കളം വരയ്ക്കാൻ പോയി തിരിച്ചു വന്നത് മുതല് ഈ സ്വപ്നം എന്റെ കൂടെയുണ്ട്. എന്തോ ഒരു ദുരന്തത്തിന്റെ സൂചന പോലെ. ഇതെങ്ങനെ ദുരന്തത്തിന്റെ സൂചനയാവുന്നത്? ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം. സ്വപ്നങ്ങളെ കുറിച്ച് പഴമക്കാര് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, എത്രമാത്രം സ്റ്റഡീസ് അതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. മോളെ, ഇനിയെങ്കിലും ഞാൻ പറയുന്നു വിശ്വസിക്ക്. അങ്ങനെ ഒരു ശാപം ഉള്ളതാണ്. ശാപമല്ല, ശാപത്തിന്റെ കഥയുള്ളത്. അതിങ്ങനെ പറഞ്ഞ് എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാ എനിക്ക് ഈ സ്വപ്നങ്ങളൊക്കെ കാണേണ്ടി വരുന്നത്. ഗാഥ, മമ്മി, ഞാൻ ചെറുപ്പത്തില് സൂപ്പർമാനും ബാറ്റ്മാനും ഒക്കെ സ്വപ്നം കണ്ടിട്ടില്ലേ? ഞെട്ടി എഴുന്നേറ്റിട്ടില്ലേ? അവർക്ക് എന്താ ശാപം? ഒന്ന് പറഞ്ഞേ. പ്രാർത്ഥിച്ചു കിടന്നോ മോളെ, ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. ശരി. മമ്മി പോയി കിടന്നു. ഇനി സ്വപ്നം കണ്ടാലും ഞാൻ ബഹളം ഉണ്ടാക്കാതെ നോക്കിക്കോളാം. മോളെ ചെല്ലു മമ്മി. മമ്മി പോ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്റെ മോളെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നവും അവള് കാണാൻ ഇടവരരുത്. മിണ്ടാതിരുന്നോളൂടെ. ഇത്തവണ എന്താ നിനക്ക് ഇത്ര ചാട്ടം? ഇപ്പൊ പുതിയ ബാഗായി, കൊടയായി, പുസ്തകമായി. ഇപ്പൊ അടുത്തതും കൊണ്ട് വന്നിരിക്കാം. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞപ്പോ ഇത്തവണ വിടാന്ന് അമ്മ പറഞ്ഞല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ പറയുന്നേ? പെണ്ണെ, ആ ചേച്ചി, എന്താ ചേച്ചി? എന്താ ഇവളിങ്ങനെ കത്തിക്കേറി നിക്കുന്നേ? അവക്കേ സ്കൂളിൽ നിന്ന് ടൂർ പോണോന്ന്, അതിന് കാശ് കൊടുക്കാൻ. കഴിഞ്ഞ തവണ ഞാൻ പോണോന്ന് പറഞ്ഞപ്പോ ഇത്തവണ പോവാന്ന് പറഞ്ഞു. ഇപ്പൊ അടുത്ത കൊല്ലം പറയുന്നു. അമ്മയും കണക്കാ, അച്ഛനും കണക്കാ. താനൊന്ന് വിഷമിക്കാതിരിക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാൻ. എന്ത് മാർഗം? അച്ഛനോട് കുറച്ചുകൂടെ ലോട്ടറി എടുക്കാൻ പറ. എന്നിട്ട് അത് മുഴുവൻ വിറ്റ് തീർക്കാൻ പറ. അപ്പൊ മോൾക്ക് ടൂർ പോകാനുള്ള കാശ് കിട്ടുമല്ലോ. ചേച്ചി പറഞ്ഞ എനിക്ക് വിശ്വാസാ. ഗോപാലേട്ടന്റെ ഈ പണിയുണ്ട് എല്ലാ കാര്യങ്ങളും ഓടിച്ചു തീർക്കാൻ പറ്റില്ല മോളെ. എന്നെ കൊണ്ടാവുന്ന വിധത്തില് എന്തെങ്കിലും ഒരു പണിക്ക് പോവാന്ന് ഞാൻ പറഞ്ഞതാ. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് നിന്നാലും അത്യാവശ്യം ശമ്പളം കിട്ടൂലേ? സമ്മതിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അതെന്താ അങ്ങനെ ഗോപാലേട്ടാ? ഈ പെണ്ണുങ്ങൾ പണിക്ക് പോകുന്നതെന്ന് ശരിയാകില്ലെന്ന്. ഗോപാലേട്ടൻ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? ഈ സിറ്റിക്കകത്ത് ജീവിച്ചിട്ടും ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? നേരം വെളുത്ത് പാതിര വരെ നമ്മൾ കാണുന്നതല്ലേ പെണ്ണുങ്ങള് ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ. അങ്ങനെ അല്ലല്ലോ മോളെ. എങ്ങനെയല്ലാന്ന്? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേ കിടന്ന് ശ്വാസം മുട്ടി വലിക്കുന്നത് ഞാൻ കാണുന്നതാ. അത് കണ്ട് ചങ്ക് വേദനിച്ചിട്ടാ ഞാൻ ഈ പറയുന്നേ. ഗോപാലേട്ടാ, പെണ്ണുങ്ങൾ അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന കാലം. പണ്ടത്തെ വിലക്കുകളൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ല. പിന്നെ സുനന്ദേച്ചിയുടെ കാര്യം, എവിടെങ്കിലും പോയി ഒരു ജോലിക്ക് നിന്നാ സുനന്ദേച്ചിയെ സംരക്ഷിക്കാൻ സുനന്ദേച്ചിക്ക് നന്നായിട്ട് അറിയാന്നേ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? പേടി കൊണ്ടൊന്നും അല്ല മോളെ. പിന്നെന്താ? ദുരഭിമാനം, അതല്ലേ? ഈ പണ്ടേക്കും പണ്ടേ ആണുങ്ങൾ പറഞ്ഞിറക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, പെണ്ണുങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടിൽ അടുപ്പ് പുകയേണ്ടാന്ന്. ഉള്ളവനായാലും ഇല്ലാത്തവനായാലും മനസ്സിൽ ആ ചിന്ത ഇങ്ങനെ കിടന്ന് തിളയ്ക്കുക. അതങ്ങോട്ട് മാറ്റിവെച്ചേ. എന്നിട്ടേ സുനന്ദേച്ചിക്ക് നല്ലൊരു ജോലി കണ്ടുപിടിച്ചു കൊടുക്ക. അപ്പൊ പിന്നെ ഇവളുടെ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയില്ലേ? നിങ്ങളൊന്ന് സമ്മതാന്ന് പറയേ. ഓ, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിനക്ക് വേണ്ടി വാദിക്കാൻ ആളുണ്ടല്ലോ. ചെയ്തോന്ന് പറഞ്ഞ പോരാ, സുനന്ദേച്ചിക്ക് ചെയ്യാവുന്ന നല്ലൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണം. നോക്കാം.
ഇങ്ങ് വന്നേ. ഇനിയിപ്പൊ അമ്മയും കൂടി ജോലിക്ക് പോയി തുടങ്ങിയാലേ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറാവും എന്ന് കരുതി കൊട്ടേ കൊള്ളാത്ത ആഗ്രഹങ്ങളൊന്നും പറഞ്ഞു കളയരുത്. അച്ഛന്റെ അമ്മയുടെ അവസ്ഥ നോക്കിട്ടേ പറയാവൂ. കേട്ടല്ലോ? ശരി. എന്താ മോള് പോയി കളിച്ചു. ഇപ്പഴാ മോളെ എനിക്കൊരു സമാധാനായേ. എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചു കൊടുത്താല് ഗോപാലേട്ടൻ അതൊരു ആശ്വാസമാവല്ലോ. ഒന്ന് ചിരിച്ചു കാണാലോ പാവത്തിനെ. മാം, ഹായ് മാം. ഹായ് നവീൻ. നവീൻ ഇപ്പൊ എവിടെയാ? ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുവോ? എനിക്ക് നവീനെ ഒന്ന് കാണണമായിരുന്നു. കാണാം. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഗാഥ ഉണ്ടാവും കൂടെ. ഓ, കഥ കൂടെ ഉണ്ടോ? നന്നായി. അയാൾക്കെൻ്റെ ഓഫീസൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ. വെൽക്കം മാം. എപ്പോഴാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണ്ടേ? ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഓക്കെ. എന്താ മമ്മി നവീനെ വിളിച്ചേ? ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഓ, മാരേജിന്റെ കാര്യമാണോ? മമ്മി ഉദ്ദേശിക്കുന്ന രീതിയിൽ മാരേജ് പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഹി ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഐഡിയാസിന്റെ ഒരു പ്രളയം തന്നെയുണ്ട്. വിവാഹത്തിന്റെ കാര്യം തീരുമാനിക്കാനല്ല, അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? മമ്മി, ഇതെന്ത് ടെസ്റ്റ് പേപ്പറോ? നവീനുള്ള മാർക്ക് ഞാൻ ഇട്ടതല്ലേ, പിന്നെ എന്തിനാ മമ്മി വെറുതെ? ഗാഥ പ്ലീസ് ഗെറ്റ് റെഡി. നമ്മൾ നവീന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടുന്ന് അല്പം ഷാർപ്പായിട്ട് കൊണ്ടുപോയാലും ഞാൻ എത്തുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഓഫീസിലേക്കല്ലേ. ഞാനേ ഇപ്പൊ റെഡി ആയിട്ട് വരാം. ഗാഥ മാഡത്തെ കൂട്ടി ഓഫീസിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യാനാ മാമ ഉദ്ദേശിക്കുന്നത്? ഒരു മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്, അത് നോക്കാം.